പക്ഷെ ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണന നീ കിരിക്ക് കൊടുത്തില്ല. നീ അവനെ മറ്റൊരു കുറ്റവാളി പോലെ കരുതിയത്. കാരണം ഡ്യൂട്ടിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ആളുകളെ കാണിക്കാൻ നിനക്ക് വലുത്. എന്നാലല്ലേ മാധവന്റെ മകള് മിടുക്കിയാണെന്ന് എല്ലാവരും പറയൂ. നിന്റെ അച്ഛന് നല്ല പേര് കിട്ടാൻ വേണ്ടി എന്റെ മകനെ ജയിലിൽ കയറ്റാനും നീ മടിച്ചില്ല. അങ്ങനെയുള്ള നീ ഗിരിയെ രക്ഷിക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അമ്മേ, നീ ഒന്നും പറയണ്ട. ഇപ്പൊ എനിക്ക് വരുന്ന ദേഷ്യത്തിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിന്റെ ഈ അവസ്ഥയിൽ അങ്ങനെയൊന്നും പ്രതികരിക്കരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകാൻ നോക്ക്. മഞ്ജു, എന്തുപറ്റി? അമ്മ ഒന്നും കഴിക്കുന്നില്ല. എന്തെങ്കിലും അസുഖം വരുമെന്ന എന്റെ പേടി. അത്രേ ഉള്ളൂ. ഞാൻ അമ്മയെ കഴിപ്പിച്ചോളാം. മഞ്ജു പൊക്കോ. അമ്മ, നല്ല അസല് കറികളാ. ചൂടാറുന്നതിന് മുമ്പ് എടുത്ത് കഴിച്ചൂടെ? അടുത്ത ആള് വന്നു. എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ തള്ള പട്ടിണിയിടുന്ന ചാവട്ടേന്ന് വെച്ചാ മതിയായിരുന്നു. ഗിരിയേട്ടന്റെ അമ്മയായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇവർക്ക് പാഷാണം കലക്കി കൊടുത്തേനെ. അമ്മയ്ക്ക് ഗിരിയേട്ടനെ കുറിച്ച് ആലോചിച്ചല്ലേ ടെൻഷൻ? നാളെ ഞാൻ ജയിലിൽ പോയി ഗിരിയേട്ടനെ നേരിട്ട് കണ്ടിട്ട് വരാം. അതുപോരെ? അത് മതി. ഞാൻ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി തരാം. നീ അത് അവന് കൊടുക്കണം. അവിടെ മര്യാദയ്ക്ക് ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ. അതൊക്കെ പണ്ടത്തെ കാലത്താമ്മേ. ഇപ്പൊ ഇവിടത്തേക്കാ നല്ല ഭക്ഷണം ചെയ്യില്ല. അവിടെ എല്ലാ ദിവസവും ബിരിയാണിയാ. ഇനി അമ്മ ഒന്ന് ഭക്ഷണം കഴിക്കേ. വാ. മഞ്ജു, ഭക്ഷണം എടുത്ത് വയ്ക്കേ.